വളരെയധികം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അമ്മ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മോഹൻലാൽ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. സംഘടനയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായതിനെ തുടർന്നാണ് രാജി. നേരത്തെ ഒരു വിഭാഗം അംഗങ്ങൾ രാജ്യസന്നദ്ധത അറിയിച്ച് രംഗത്തെത്തിയിരുന്നു. നിലവിലെ വിവാദങ്ങൾ കടുക്കുന്നതിനിടെയാണ് അംഗങ്ങളുടെ ഈ നീക്കം. 17 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും പിരിച്ചുവിട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയുടെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം മുൻനിർത്തി രാജിവെക്കുന്നു. 2 മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും. അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകുന്ന സഹായവും അമ്മയുടെ സമധാരണീയമായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും എന്നറിയിച്ചിട്ടുണ്ട്. അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാകുന്ന ശുഭപ്രതീക്ഷയിലാണ്. ഞങ്ങൾ എല്ലാവർക്കും നന്ദി. വിമർശിച്ചതിനും തിരുത്തിയതിനും രാജിവെച്ചുകൊണ്ടുള്ള മോഹൻലാലിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. അഡ്ഹോക് കമ്മിറ്റി ഉടൻ നിലവിൽ വരും. നിലവിലുള്ള സമിതി താൽക്കാലിക സമിതിയെ തുടരും. പുതിയ സമിതി 2 മാസത്തിനുള്ളിൽ നിലവിൽ വരും. മലയാള ചലച്ചിത്ര രംഗത്ത് അണിയറ രഹസ്യങ്ങൾ ചുരുളഴിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷത്തെ സസ്പെൻസിനൊടുവിൽ പുറത്തു വന്നതിന്റെ ബാക്കി പത്രമാണ് താരസംഘടനയുടെ കൂട്ടരാജി. നേരത്തെ ലൈംഗികാരോപണം ഉയർന്നതിനെ തുടർന്ന് സംഘടനയുടെ ജനറൽ സെക്രട്ടറിയും നടനുമായി സിദ്ദിഖ് രാജിവെച്ചിരുന്നു. തുടർന്ന് ഈ സ്ഥാനത്തേക്ക് താൽക്കാലികമായി ചുമതലയേൽക്കാനിരുന്ന ബാബുരാജിനെയും ലൈംഗികാരോപണം ഉയർന്നു. ഇതോടെ താരസംഘടന കടുത്ത സമ്മർദ്ദത്തിലായി. തുടർന്ന് വിശദീകരണം നൽകാൻ പ്രസിഡന്റ് മോഹൻലാൽ നേരിട്ട് വാർത്താസമ്മേളനം നടത്തുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അസൗകര്യം മൂലം എത്താൻ സാധിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു. മോഹൻലാലിന്റെ റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരിക്കാത്തതിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. നടിമാർക്കുണ്ടാകുന്ന ദുരനുഭവങ്ങളിൽ താരസംഘടനയുടെ അലംഭാവം ചോദ്യം ചെയ്യപ്പെടുകയും അമ്മ അംഗത്വത്തിനടക്കം നടിമാർ വൻ വീഴ്ച ചെയ്യേണ്ടി വരുമെന്നും ആരോപണം ഉയർന്നു വന്നു. അമ്മയുടെ നേതൃത്വം മുഴുവൻ മാറണമെന്ന് സ്ത്രീകൾക്കും മേൽക്കൈയുള്ള ഒരു നേതൃത്വം വരണമെന്ന തരത്തിലുള്ള ചർച്ചകളൊന്നും. ഈ സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ കൂട്ടരാജി. അമ്മയ്ക്ക് തെറ്റുപറ്റിയെന്ന് പരസ്യമായി പറഞ്ഞ് നടൻ പൃഥ്വിരാജ് രംഗത്തെത്തിയിരുന്നു. അമ്മയുടെ നിലപാട് ദുർബലമാണ്. പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ഇല്ലാതാകണം. ഞാൻ അനുഭവിച്ചിട്ടില്ല എന്നത് കൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ലെന്നും പറയാൻ കഴിയില്ല. ഒരു പദവിയിൽ ഇരിക്കുമ്പോൾ ആരോപണം നേരിടുമ്പോൾ പദവി ഒഴിയുക തന്നെ വേണം. അമ്മ ശക്തമായ നിലപാടെടുക്കണമെന്നും പൃഥ്വിരാജ് പറഞ്ഞു. എല്ലാവരും ഒത്തുചേർന്നുള്ള സംഘടനാ സംവിധാനം ആണ് വേണ്ടത്. അതുടനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിനിമയിൽ ബഹിഷ്കരണവും വിലക്കും പാടില്ലെന്ന് താരം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ മോഹൻലാൽ ചെന്നൈയിലാണെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മോഹൻലാൽ നേരിട്ട് തന്നെ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് യോഗം മാറ്റിവെച്ചത്. പുതിയ തീയതി ഉടൻ അറിയിക്കാമെന്ന് അമ്മ ഭാരവാഹികൾ അറിയിച്ചിരുന്നു. അതിനിടെയാണ് എല്ലാവരുടെയും കൂട്ടരാജി. എന്തൊക്കെയാണ് അടിമുടി മാറ്റം വരുത്തിയ അമ്മ സംഘടന വീണ്ടും പഴയ പോലെ തന്നെ തിരിച്ചു വരും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം മോഹൻലാലിന്റെ രാജിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.